നമസ്കാരം. യാത്രകൾ തുടരാം, ഓർമ്മകളായി ഇറക്കാം. മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പോർച്ചുഗലിൻ്റെ മനോഹരമായ തലസ്ഥാനമായ ലിസ്ബണിലാണ്. പോർച്ചുഗൽ എന്ന പേര് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരിക്കും, അതുമല്ലെങ്കിൽ വാസ്കോ ഡ ഗാമ ആയിരിക്കും, അതുമല്ലെങ്കിൽ അവരുടെ പറങ്കിപ്പടയായിരിക്കും. ഇതെല്ലാം മനസ്സിലിട്ടാണ് ഞാനും പോർച്ചുഗലിലേക്ക് എത്തിയത്. യൂറോപ്പിലെ ഏറ്റവും പുരാതനമായ തുറമുഖ പട്ടണങ്ങളിലൊന്നാണ് ലിസ്ബൺ. ഇതൊരു തുറമുഖ പട്ടണമാണെങ്കിലും ലിസ്ബൺ നഗരം സ്ഥിതി ചെയ്യുന്നത് കടൽ തീരത്തല്ല. ഇത് താഗുസ് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. താഗുസ് നദി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ലയിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ് ലിസ്ബൺ. ഈ നഗരത്തിൽ എവിടെ നിന്നാലും നമുക്ക് താഗുസ് നദി വളരെ വ്യക്തമായിട്ട് കാണാം. ഞാൻ ആദ്യമേ വിചാരിച്ചത് ഇത് കടലാണെന്നാണ്. പക്ഷേ അറ്റ്ലാന്റിക് സമുദ്രം ഇവിടെ നിന്നും വളരെ ദൂരത്തിലാണ്. ഈ നദിയിലൂടെയാണ് കപ്പലുകൾ ഉള്ളിലേക്ക് വ്യാപാരത്തിനും വ്യവസായത്തിനുമായി കടന്നു വന്നുകൊണ്ടിരുന്നത്. ലിസ്ബൺ നഗരത്തിൻ്റെ ഏറ്റവും പൗരാണികമായ വാണിജ്യ കേന്ദ്രമായിരുന്ന പ്രാക്ക ഡോ കൊമേഷ്യോ എന്ന സ്ഥലത്തു നിന്ന് തന്നെയാവട്ടെ നമ്മുടെ യാത്രയുടെ ആരംഭം. പുരാതന കാലത്ത് വിദേശ വ്യാപാരത്തിൻ്റെ കേന്ദ്രമായിരുന്നു പ്രാക്ക ഡോ കൊമേഷ്യോ. 1755 ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുകയും പഴയ വാണിജ്യ കേന്ദ്രം പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്തതിന് ശേഷം ഈ സ്ഥലം പുതുക്കി നിർമ്മിച്ച് ഒരു കൊമേഴ്ഷ്യൽ സെൻ്റർ ആക്കുകയായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ നിർമ്മിതികളൊക്കെ 1750 ശേഷം ഉണ്ടാക്കിയതാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന സ്ഥലങ്ങൾ മുഴുവൻ ആ ഭൂകമ്പത്തിൽ നശിച്ചുപോയി എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മളിപ്പോൾ കൊമേഴ്ഷ്യൽ സെൻ്ററിൻ്റെ പ്രധാന കവാടവും കടന്ന് ഉള്ളിലേക്ക് കടക്കുകയാണ്. പണ്ട് കാലത്ത് അതിഗംഭീരമായ രീതിയിൽ നിർമ്മിച്ച വീഥികൾ, ചെറിയ റോഡുകളാണെങ്കിലും അതിൻ്റെ നടുവിലൂടെ ട്രാമുകൾ ഓടുന്നത് കാണാം. ലിസ്ബണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻ ഇതായതിനാൽ ധാരാളം ടൂറിസ്റ്റുകളെ നമുക്ക് കാണാം. കൊമേഴ്ഷ്യൽ സെൻ്ററിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ലിസ്ബൺ നഗരത്തിൻ്റെ ഘടന നമുക്ക് ഏകദേശം മനസ്സിലായി. ലിസ്ബൺ നഗരം വളരെ കളർഫുള്ളാണ്. മഞ്ഞയും പച്ചയും ചുമലയും നീലയും കളറുകൾ അടിച്ച ധാരാളം കെട്ടിടങ്ങൾ. ഞാൻ ക്രിസ്ത്യാനോയുടെ കാര്യം മനസ്സിലിങ്ങനെ ആലോചിച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ ഇതാ ക്രിസ്ത്യാനോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ കൊമേഴ്ഷ്യൽ സ്ക്വയറിൽ ധാരാളം കഫേകളും ടൂറിസ്റ്റ് ഷോപ്പുകളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഫോർക്ക പോർച്ചുഗൽ എന്ന ഷോപ്പ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വളരെ വലിയ ആരാധകനായ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പതിച്ച ജേഴ്സികളും ക്യാപ്പുകളും പോർച്ചുഗൽ ടീമിൻ്റെ ജേഴ്സികളും ക്യാപ്പുകളും വിൽക്കുന്ന ഈ ഷോപ്പ് ഒഴിവാക്കാൻ തോന്നിയില്ല. അതിഗംഭീരമായ കളക്ഷനാണ് ഇതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളൊരു ക്രിസ്ത്യാനോ ഫാനാണെങ്കിൽ തീർച്ചയായും ലിസ്ബണിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഈ മനോഹരമായ നഗരം ഒന്ന് ചുറ്റിക്കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അതിനായി ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ മുകളിലത്തെ നിലയിൽ ഫ്രണ്ട് സീറ്റ് തന്നെ പിടിച്ചു. ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സിറ്റിയുടെ മുഴുവൻ കാര്യങ്ങളും കാണുകയാണ് ലക്ഷ്യം. നമ്മുടെ ബസ് സിറ്റിയുടെ പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്നും പതുക്കെ മുമ്പോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്ക് രണ്ടു വശത്ത് നോക്കിയാൽ കാണാം അതിമനോഹരമായ ആർക്കിടെക്ചറും അതിമനോഹരമായ പെയിൻറ്റിങ്ങുകളുമാണ് ഓരോ കെട്ടിടങ്ങളെയും വ്യത്യസ്തമാക്കുന്നത്.
ഈ സിറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവയുടെ നിർമ്മാണ രീതിയും അതുപോലെ തന്നെയുള്ള കളറിംഗ് കോമ്പിനേഷനുമാണ്. അതിമനോഹരമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി നമുക്ക് ലിസ്ബണിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് നോക്കാം. ലിസ്ബൺ അഥവാ പോർച്ചുഗീസ് ഭാഷയിൽ ലിസ്ബോവ യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിലൊന്നാണ്. പണ്ട് റോമ സാമ്രാജ്യകാലത്തും ഈ നഗരം ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. റോമാക്കാർ ഇതിനെ ഒലീസിപ്പോ എന്നാണ് വിളിച്ചിരുന്നത്. കടലിനടുത്തായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ജനവിഭാഗങ്ങളും ഈ നഗരത്തിൽ വരികയും പോവുകയും ചെയ്യുമായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ മുസ്ലിങ്ങൾ ഈ നഗരം കീഴടക്കി. ആ നഗരത്തിന് പുതിയ നിറവും സംസ്കാരവും അവർ നൽകി. ആ കാലഘട്ടത്തിൽ അറബിക് ഭൂപ്രദേശമായ അൽ ഉഷ്ബുവാന എന്ന പേരിൽ ഈ നഗരം അറിയപ്പെട്ടു. അതിനുശേഷം 1147 പോർച്ചുഗീസ് രാജാവായ അൽഫോൺസോ എൻട്രിക്കസ് നഗരത്തെ വീണ്ടും ക്രിസ്ത്യൻ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു. പിന്നീട് പോർച്ചുഗൽ 15-ാം നൂറ്റാണ്ടിൽ കടൽ സഞ്ചാരങ്ങളുടെ മഹായുഗത്തിലേക്ക് കടന്നപ്പോൾ ലിസ്ബൺ അതിൻ്റെ ആസ്ഥാനമായി മാറി. നമുക്കറിയാം, വാസ്കോഡ് ഗാമ എന്ന മഹാനായ നാവികൻ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത് ഇവിടെ നിന്നാണ്. അതിനുശേഷം പോർച്ചുഗീസ് സാമ്രാജ്യം ലോകമൊട്ടാകെ വ്യാപിച്ചപ്പോഴും അവിടെ നിന്ന് ലിസ്ബൺ യൂറോപ്പിലെ ഏറ്റവും ധനികമായ നഗരമായി മാറുകയായിരുന്നു. ഈ സാമ്രാജ്യത്തിൻ്റെ അന്ത്യം കുറിച്ചത് ഏകദേശം 1755 സംഭവിച്ച സുനാമിയും ഭൂമികുലുക്കവുമാണെന്ന് പറയാം. അതെല്ലാം ചേർന്നുണ്ടായ ദുരന്തം ഈ നഗരത്തെ ഒന്നാകെ തകർത്ത് കളഞ്ഞു. അപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന മാർക്കിസ് ഡി പൊമ്പാൽ നഗരത്തെ വീണ്ടും പുനർനിർമ്മിക്കാൻ തയ്യാറെടുത്തു. അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ നഗരം. ഇവിടുത്തെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ റോഡുകൾ, അതിഗംഭീരമായ കെട്ടിടങ്ങൾ, സുന്ദരമായ ആർക്കിടെക്ചറുള്ള കെട്ടിടങ്ങൾ, ഇതെല്ലാം ആ കാലഘട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ്. പഴയൊരു സംസ്കാരവും പഴയൊരു ജനവിഭാഗമായതിനാൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം കോട്ടകളും പഴയ സംസ്കാരത്തിൻ്റെ പ്രതീകമെന്നോണം നിലനിൽക്കുന്ന സ്തൂപങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നഗരത്തിൻ്റെ പ്രൗഢി ഒട്ടും കളയാതെ തന്നെയാണ് ഇവർ പുതിയതായി വരുന്ന കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഗംഭീരമായ ആർക്കിടെക്ചറാണ്. എന്നിരുന്നാലും ഇവരുടെ കളർ കോമ്പിനേഷൻ ഒരു രക്ഷയുമില്ല. നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തും എവിടെ നോക്കിയാലും കാണുന്ന കെട്ടിടങ്ങളും എല്ലാം കളർഫുള്ളാണ്. ഇതാണ് ഈ നഗരത്തെ യൂറോപ്പിലെ വേറെ എല്ലാ നഗരങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ നടുഭാഗത്തായി നമുക്ക് ട്രാമുകൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഒരു ട്രാക്ക് കാണാൻ സാധിക്കും. അതിന് പവർ നൽകുവാനായിട്ട് ഇലക്ട്രിക് കണക്ഷനും നിങ്ങൾക്ക് മുകളിലേക്ക് കാണാം. ലിസ്ബണിൽ വന്നിട്ടുണ്ടെങ്കിൽ പഴയ രീതിയിലുള്ള ട്രാമുകൾ നമുക്ക് ധാരാളം കാണുവാൻ സാധിക്കും.
ലിസ്ബണിൻ്റെ ഓൾഡ് സിറ്റി കാണിച്ചതിന് ശേഷം നമ്മുടെ വണ്ടി പതുക്കെ ടൈഗ്രിസ് നദിയുടെ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു വലിയ പാലം കാണാം. ഈ പാലത്തിൻ്റെ പേര് പോണ്ടെ 25 ഡേ ഏപ്രിൽ എന്നാണ്. ഇത് താഗുസ് നദിയുടെ മുകളിലാണ് പണിതിരിക്കുന്നത്. ഈ നദിയുടെ ഒരു സൈഡിൽ ലിസ്ബണും മറു സൈഡിൽ അൽമാദയുമാണ്. അതായത് പോർച്ചുഗലിലെ 2 പ്രധാനപ്പെട്ട സിറ്റികളെ ബന്ധിപ്പിക്കാനായിട്ട് പണിത ഒരു വലിയ നിർമ്മിതിയാണ് ഈ പാലം. പാലത്തിൻ്റെ രൂപം കണ്ട പ്രശസ്തമായ ഒരു അമേരിക്കൻ പാലത്തെ പോലെ തോന്നുന്നില്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് പോലെ അതിവിശാലമായൊരു നിർമ്മിതിയാണിത്. ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് അതേ കമ്പനി തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റീൽ ഫ്രെയിമും ചുവപ്പും ഒരേപോലെ നിലനിൽക്കുന്നത് കാണാം. 1966 ഈ പാലം തുറന്നത്. ആദ്യം റെയിൽവേ ലൈൻ ഇല്ലാതെ കാർ ട്രാഫിക്കിനായിട്ട് മാത്രമായിരുന്നു ഇതുണ്ടാക്കിയിരുന്നത്. എന്നാൽ അതിൻ്റെ താഴത്തെ നിലയിൽ ട്രെയിനുകൾക്കും ഇപ്പോൾ സൗകര്യമുണ്ട്. 25 ഡേ ഏപ്രിൽ എന്ന പേരിട്ടത് പോർച്ചുഗലിലെ അതിപ്രസിദ്ധമായ 1974 ഏപ്രിൽ റെവല്യൂഷനാണ്. അതായത് നാടിൻ്റെ ഏകാധിപത്യ ഭരണത്തെ അവസാനിപ്പിച്ച പ്രശസ്തമായ ഒരു റെവല്യൂഷനായിരുന്നു 1974 ഏപ്രിൽ റെവല്യൂഷൻ. അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇവർ ഈ പാലത്തിന് പോണ്ടെ 25 ഡേ ഏപ്രിൽ എന്ന പേര് നൽകിയത്. ഈ പാലം നോക്കുമ്പോൾ നമുക്ക് ഇതൊരു പ്രചോദനമാണ്. അതിജീവനത്തിൻ്റെയും പുരോഗതിയുടെയും പ്രതീകമായാണ് പോർച്ചുഗീസുകാർ ഈ പാലത്തെ നോക്കിക്കാണുന്നത്. ഈ സുന്ദരമായ നഗരത്തിൻ്റെ പല ഭാഗങ്ങളും കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. നമ്മുടെ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും ഗോവയും പിന്നെ മലേഷ്യയിലെ പെനാങ്ങും ഇതുപോലുള്ള സിറ്റികളെല്ലാം പോർച്ചുഗീസുകാരുടെ പണ്ടത്തെ കേന്ദ്രങ്ങളായിരുന്നു. ഇവർ കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവർ കൈവശപ്പെടുത്തിയ സ്ഥലങ്ങളിലെല്ലാം ലിസ്ബണിൻ്റെ മാതൃകയിലുള്ള ഒരു നഗരം അവിടെ പണിയുകയാണ് ഉണ്ടായത്. അതേപോലെയുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഈ പറഞ്ഞ സിറ്റികളിലെല്ലാം കാണാൻ സാധിക്കും. അവർ ലിസ്ബണെ അതേപോലെ കൊച്ചിയിലും ഗോവയിലും മട്ടാഞ്ചേരിയിലുമെല്ലാം വരച്ചു വെക്കുകയായിരുന്നു. അതേപോലെയുള്ള നിർമ്മിതികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അതിസുന്ദരമായ ലിസ്ബൺ പട്ടണത്തിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. എന്നിരുന്നാലും പുതിയൊരു സ്ഥലവും പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണുന്നതുവരെ നമുക്ക് യാത്രകൾ തുടരാം, ഓർമ്മകൾ അയവിറക്കാം. നന്ദി, നമസ്കാരം.